ഇന്ന് ഞാൻ വിദ്യുത് ചോരൻ എന്ന കഥ പറഞ്ഞു തരാം. പണ്ട് ഒരു രാജകുമാരനുണ്ടായിരുന്നു. ഈ രാജകുമാരൻ്റെ പേരായിരുന്നു വിദ്യുത് എന്നത്. വിദ്യുത് എന്ന രാജകുമാരൻ്റെ രാജ്യത്തെ സേനാനായകൻ്റെ മകനായിരുന്നു യമദണ്ഡൻ. ഇവർ തമ്മിൽ വലിയ സൗഹൃദത്തിലുമായിരുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരേ ഗുരുകുലത്തിൽ ഒരേ സമയത്താണ് പഠിക്കാൻ അയച്ചത്. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പഠനത്തിൽ ഇവർ രണ്ടുപേരും മുൻപന്തിയിലുമായിരുന്നു. അപ്പോൾ കഠിനമായ പഠനമുറകൾക്കിടയ്ക്ക് ഇവർക്ക് കുറച്ച് വിശ്രമത്തിന് സമയം കിട്ടുമ്പോൾ രണ്ടുപേരും കാട്ടിൽ പോയി കളിക്കുമായിരുന്നു. ഒരുപാട് കളികൾ കളിക്കാറുണ്ട്. ഈ കളികളിൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഒരാൾ കള്ളനായിട്ടും മറ്റേ ആൾ കള്ളനെ പിടിക്കാനുള്ള ഒരു സൈനികനായിട്ടും അഭിനയിക്കുന്നതായിരുന്നു. എപ്പോഴൊക്കെ കളിക്കുമ്പോഴും ഈ രാജകുമാരനോട് ഈ സേനാധിപൻ്റെ മകനായ യമദണ്ഡൻ പറയും, നീ ഇന്ന് കള്ളനായാൽ മതി, ഞാൻ നിന്നെ പിടിക്കാൻ വരാമെന്ന്. എല്ലാ ദിവസവും ഈ കളി ഇങ്ങനെ തുടർന്നപ്പോൾ രാജകുമാരന് മടുത്തു. അപ്പോൾ അവൻ ചോദിച്ചു, എനിക്ക് ഈ കളി മടുത്തു, നമുക്ക് വേറെ കളിയൊന്നും കളിക്കാനില്ലേ? അപ്പോൾ സേനാധിപൻ്റെ മകൻ പറഞ്ഞു, ഇതിലും രസമുള്ള കളി വേറെ എന്തുണ്ട്? അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ശരി, ഈ കളി വലിയ രസമുള്ളതെന്ന് ഞാനും സമ്മതിച്ചു, പക്ഷെ എപ്പോഴും ഇങ്ങനെ കള്ളനാവാൻ എനിക്കിഷ്ടമല്ല, വല്ലപ്പോഴുമൊക്കെ നിനക്കും കള്ളനായിട്ടൊന്ന് അഭിനയിക്കാം. അപ്പോൾ ഈ സേനാനായകൻ്റെ മകൻ പറഞ്ഞു, അതിലല്ല, നീ തന്നെ കള്ളനായാൽ മതി, ഞാൻ നിന്നെ എങ്ങനെ തേടി കണ്ടുപിടിച്ചോളാം. രാജകുമാരൻ ചോദിച്ചു, അതെന്താ നീ എപ്പോഴും എന്നെ തേടി കണ്ടുപിടിക്കാൻ തുടങ്ങുന്നേ? നിനക്ക് വല്ലപ്പോഴുമൊക്കെ ഒന്ന് കള്ളനായിക്കൂടെ? അപ്പോൾ യമദണ്ഡൻ പറഞ്ഞു, നീ വലുതാകുമ്പോൾ രാജാവാകുമ്പോൾ ഈ രാജാവിന് വേണ്ട 64 ഗുണങ്ങളുണ്ട്. ആ 64 ഗുണങ്ങളും ഗുരു നമുക്ക് പഠിപ്പിച്ചു തരും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ വലുതാകുമ്പോൾ എൻ്റെ അച്ഛനെ പോലെ സേനയിലായിരിക്കും എനിക്ക് ഉദ്യോഗം കിട്ടാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കള്ളനെ പിടിക്കേണ്ടി വരും. കള്ളനെ പിടിക്കാൻ തക്കതായ ഒരു പരിശീലനം നമുക്ക് നമ്മുടെ ഗുരുകുലത്തിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. ഒളിച്ചിരിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്നത് ശ്രമകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് നീ ഒളിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിക്കുകയും എനിക്ക് കണ്ടുപിടിക്കാനുള്ള മിടുക്ക് കൂടുകയും ചെയ്യും. അത് നമ്മുടെ രാജ്യത്തിന് ഗുണമായി വരികയുള്ളൂ. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ രാജകുമാരന് പിന്നെയും ഈ കള്ളനാകാൻ വലിയ മടിയായിരുന്നു. രാജകുമാരൻ പറഞ്ഞു, നീ വല്ലപ്പോഴൊക്കെ ഒന്ന് കള്ളനായി നോക്ക്, അപ്പോൾ നിനക്കറിയാൻ പറ്റും ഒരു കള്ളനായാൽ എങ്ങനെയൊക്കെ ഒളിച്ചിരിക്കണമെന്ന്. അപ്പോൾ നീ നാളെ സൈന്യത്തിലാകുമ്പോൾ കള്ളൻ എങ്ങനെയൊക്കെ ചിന്തിക്കും നിനക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറേ നേരത്തെ വാദപ്രതിവാദങ്ങൾ തമ്മിൽ നടന്നു. അവസാനം യമദണ്ഡൻ അന്നത്തെ കളിയിൽ കള്ളനാകാമെന്ന് ഏറ്റു. വിദ്യുത് എന്ന രാജകുമാരൻ അവനെ പിടിക്കാൻ നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ യമദണ്ഡൻ ഒളിച്ചിരുന്നു. യമദണ്ഡൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രാജകുമാരൻ കുറേ നേരം അന്വേഷിച്ചു. ചരിഞ്ഞ പുല്ലുകളുടെ പാത നോക്കിപ്പോയി, ഒടിഞ്ഞ ചുള്ളിക്കമ്പുകളുടെ പാത നോക്കിപ്പോയി, മണം പിടിച്ചു നോക്കി, എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഒരുപാട് നേരം കഴിഞ്ഞിട്ടും രാജകുമാരന് യമദണ്ഡനെ പിടിക്കാനേ പറ്റിയില്ല. ഇനി ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല, ഇവൻ വല്ലാത്തൊരു ഒളിക്കലാണ് ഒളിച്ചിരിക്കുന്നത്, കിട്ടാൻ പോകുന്നില്ല എന്ന് രാജകുമാരന് തന്നെ ബോധ്യമായി. രാജകുമാരൻ മരത്തിന് മുകളിലും പുൽപ്പടർപ്പുകൾക്കിടയിലും വള്ളിക്കൂട്ടങ്ങൾക്കിടയിലും ഒക്കെ വീണ്ടും അന്വേഷിച്ച് നോക്കി. പക്ഷേ യമദണ്ഡനെ കിട്ടിയില്ല. അങ്ങനെ ഈ കളിയിൽ താൻ തോക്കും എന്ന് രാജകുമാരന് ഉറപ്പായി. അപ്പോൾ രാജകുമാരൻ തുറസായ ഒരു സ്ഥലത്ത് നിന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു, നീ ജയിച്ചു യമദണ്ഡ, ഞാൻ നിൻ്റെ വിജയം അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത് നീ ഓർത്തോണം, നീ എന്തെങ്കിലും ഒരു കാലത്ത് ഒരു സൈനികനായി തീരുമല്ലോ. അന്ന് ഞാനൊരു കുറ്റം ചെയ്യും. ആ കുറ്റം നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, നിനക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് നിന്നെ ഞാൻ തൂക്കിക്കൊല്ലും. ആദ്യം യമദണ്ഡൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല. അപ്പോൾ വീണ്ടും രാജകുമാരൻ പറഞ്ഞു, യമദണ്ഡ, നീ കേട്ടോ, നീ ജയിച്ചതായിട്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ വളരുമ്പോൾ ഞാൻ രാജാവാകുകയും നീ ഒരു സൈനികനാകുകയും ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കുറ്റം നിനക്ക് തെളിയിക്കാൻ പറ്റിയില്ല എങ്കിൽ നിനക്ക് തൂക്കുകയർ തന്നെ ശിക്ഷ വിധിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടുകൊണ്ട് മരത്തിന് മുകളിലെ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചിരിക്കുകയായിരുന്ന യമദണ്ഡൻ വിളിച്ചു പറഞ്ഞു, ശരി, നീ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ, കാലത്ത് ഞാൻ ഒരു സൈനികനാണെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിക്കുക മാത്രമല്ല, നിന്നെ ഞാൻ പിടിച്ച് ജയിലിലാക്കുകയും നിനക്ക് തക്കതായ ശിക്ഷ തരികയും ചെയ്യും. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ശരി, സമ്മതിച്ചു, ഇറങ്ങി വാ. അങ്ങനെ യമദണ്ഡൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. താഴെ വന്നപ്പോൾ രാജകുമാരൻ പറഞ്ഞു, കണ്ടോ, അവസാനം എൻ്റെ വാക്ക് കേട്ടപ്പോൾ നിനക്ക് തന്നെ പുറത്ത് ചാടേണ്ടി വന്നില്ലേ? ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, അത് കേട്ട് നീ പുറത്ത് ചാടി വന്നില്ലേ? യമദണ്ഡൻ ഒന്നും പറഞ്ഞില്ല. രാജകുമാരൻ യമദണ്ഡൻ്റെ തോളിൽ കൈയിടുകയും അവർ രണ്ടുപേരും കൂടെ കളിച്ചിരി പറഞ്ഞ് ഗുരുകുലത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. വിദ്യുതിൻ്റെയും യമദണ്ഡൻ്റെയും പഠനമൊക്കെ കഴിഞ്ഞു. അവർ രണ്ടുപേരും അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു വന്നു.
അവർ രാജ്യത്തിൽ തിരിച്ചു വന്ന് കുറച്ചു കാലം കാര്യങ്ങളൊക്കെ നോക്കി നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരുടെയും പിതാക്കന്മാർക്ക് പ്രായമായിരുന്നു. അപ്പോൾ രാജാവ് മകനെ വിളിച്ചിട്ട് ഇനി മുതൽ നീ രാജ്യം ഭരിക്കണമെന്നും ഞാൻ സന്യാസത്തിനായിട്ട് വനത്തിലേക്ക് പോവുകയാണെന്നും അറിയിച്ചു. അങ്ങനെ വിദ്യുതിനെ രാജാവാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് വനവാസത്തിന് പോയി. രാജാവ് വനത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിനൊപ്പം സേനാനായകനും കാട്ടിലേക്ക് പോയി. വിദ്യുതിൻ്റേത് നല്ല ഭരണമായിരുന്നു. എന്നാൽ നല്ലൊരു സേനാനായകൻ്റെ കുറവ് വിദ്യുതിനെ അലട്ടി. അതുകൊണ്ട് വിദ്യുത് ഒരു ദിവസം തൻ്റെ ഭടനെ വിളിച്ചിട്ട് ഉടൻ തന്നെ പോയി യമദണ്ഡനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ ഭടൻ ഉടൻ തന്നെ യമദണ്ഡൻ്റെ അടുത്ത് ചെന്നിട്ട് രാജാവ് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ യമദണ്ഡന് കാര്യം മനസ്സിലായി. രാജ്യത്ത് ഇപ്പോൾ നിലവിൽ ഒരു സേനാനായകനില്ല. കരുത്തനായ ഒരു സേനാനായകനെ, വിശ്വസിക്കാവുന്ന ഒരു സേനാനായകനെ രാജാവിന് ആവശ്യമുണ്ട്. അതിനാണ് തന്നെ വിളിക്കുന്നത്. പക്ഷെ പണ്ട് അദ്ദേഹം തന്നോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കളിയായിട്ട് പറഞ്ഞതാണെങ്കിലും വിദ്യുത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് മറക്കാനിടയില്ല. താൻ ഈ രാജ്യത്തെ സൈന്യത്തിൽ ചേരുകയാണെങ്കിൽ ഈ പഴയ കാര്യം വിദ്യുത് ഓർത്തെടുക്കുകയും അപ്രകാരം പ്രവർത്തിക്കാമെന്ന് കരുതുകയും ചെയ്യും. തങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധത്തിന് ഇതുകൊണ്ട് ഉലച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് യമദണ്ഡൻ കുറേ നേരം ചിന്തിച്ചു. അവിടെ ചെന്നിട്ട് സേനാനായകനാകണം എന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റില്ല എന്ന് സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല. അതവന് വിഷമമാകും. എന്നാൽ ചെന്ന സേനാനായകനാകുകയാണെങ്കിൽ അതും കാര്യങ്ങൾ കുഴപ്പത്തിലാക്കും. ഇതൊക്കെ ചിന്തിച്ച യമദണ്ഡൻ ആരും അറിയാതെ ആ രാജ്യം വിട്ട് ഒളിച്ചോടിപ്പോകാൻ തീരുമാനിച്ചു. അങ്ങനെ യമദണ്ഡൻ ആരും അറിയാതെ ആ രാജ്യം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയി. യമദണ്ഡൻ ഓടിപ്പോയ കാര്യം രാജാവായ വിദ്യുത് അറിഞ്ഞു. അദ്ദേഹത്തിന് വലിയ വിഷമമായി. അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അധികമൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല രാജാവിന്. തങ്ങൾ തമ്മിൽ കുട്ടിക്കാലത്ത് വെച്ചുണ്ടായ ചെറിയ വഴക്കും അന്ന് താൻ ചെയ്ത പ്രതിജ്ഞയും അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. താൻ ഇങ്ങോട്ട് വരാൻ ആജ്ഞാപിച്ചിട്ടും അത് വേണ്ട എന്ന് വെച്ച് ദൂരേക്ക് ഓടിപ്പോകാൻ യമദണ്ഡൻ തീരുമാനിച്ചത് സന്തോഷത്തോടെ ആയിരിക്കില്ല എന്ന് രാജാവിന് അറിയാമായിരുന്നു. യമദണ്ഡൻ സൈന്യത്തിൽ ചേരുകയാണെങ്കിൽ എത്ര നല്ല ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന് മറ്റാരേക്കാളും ഈ രാജാവിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ചാരന്മാരെ മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം അയച്ചു. എവിടെയെങ്കിലും യമദണ്ഡൻ ഉണ്ടെങ്കിൽ പോയി കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ചാരന്മാർ നാടെങ്ങും അലഞ്ഞു നടന്നു. എല്ലാ രാജ്യങ്ങളിലും അന്വേഷിച്ച് നടന്നു. അങ്ങനെ അവസാനം മിഥിലയിലെ സൈന്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇപ്പോൾ യമദണ്ഡൻ ജീവിക്കുന്നുണ്ട് എന്ന അറിവ് വിദ്യുതിന് കിട്ടി. മിഥിലയിലെ സേനാനായകൻ തന്നെയാണ് ഇപ്പോൾ യമദണ്ഡൻ. യമദണ്ഡൻ അത്ര മിടുക്കനാണ്. സ്വയം മൂടി വെക്കണമെന്ന് കരുതിയാൽ പോലും യമദണ്ഡൻ്റെ കഴിവിനെ അവനങ്ങനെ മൂടി വെക്കാൻ പറ്റില്ല. അത്രയ്ക്കും മിടുക്കനാണ്. എന്തായാലും യമദണ്ഡൻ ഇപ്പോൾ സേനാനായകനാണ് എന്നറിഞ്ഞപ്പോൾ വിദ്യുതിന് വലിയ സന്തോഷമായി. വിദ്യുത് ഉടൻ തന്നെ തൻ്റെ മന്ത്രിയെ വിളിച്ചു. മന്ത്രിയുടെ പേര് പുരുഷോത്തമൻ എന്നായിരുന്നു. മാത്രമല്ല ഈ രാജാവിന് ഒരു ഉപദേശകനുണ്ടായിരുന്നു, മുഖ്യ ഉപദേശകൻ. അയാളുടെ പേര് വജ്രസേനൻ എന്നായിരുന്നു. അങ്ങനെ ഈ വജ്രസേനൻ എന്ന ഉപദേശകനെയും പുരുഷോത്തമൻ എന്ന മന്ത്രിയെയും കുറച്ചു കാലത്തേക്ക് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് താൻ മിഥിലയിലേക്ക് ഒരു അത്യാവശ്യ കാര്യവുമായി പോവുകയാണെന്ന് അറിയിച്ച് വിദ്യുത് എന്ന രാജാവ് മിഥിലയ്ക്ക് തിരിച്ചു, ഒരു കുതിരപ്പുറത്ത്. ഈ സമയത്ത് മിഥിലയിലെ കാര്യമാണെങ്കിൽ അത് വളരെ ശാന്തമായ ഒരു രാജ്യമായിരുന്നു. അവിടെ അങ്ങനെ മോഷണമോ പിടിച്ചുപറിയോ ഒന്നും നടക്കാറുണ്ടായിരുന്നില്ല. അവിടുത്തെ സൈനികർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവിടെ ജയിലുകളേ ഇല്ല. ജനങ്ങൾ എപ്പോഴും വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. അവിടുത്തെ വീടുകൾക്ക് വാതിലുകൾ പോലും ഇല്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ആരും വാതിലടച്ച് ഉറപ്പാക്കിയിട്ടൊന്നുമല്ല പോകുന്നത്. തുറന്നിട്ടിട്ട് പോയാലും ആരും അകത്ത് കയറി ഒന്നും എടുത്തുകൊണ്ട് പോവുകയില്ല. അങ്ങനത്തെ ഒരു സ്ഥലം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യമദണ്ഡൻ്റെ അടുത്തേക്ക് ഒരു നാട്ടുകാരൻ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ കാണാനില്ല. യമദണ്ഡൻ ചോദിച്ചു, എന്ത് പറ്റി, എങ്ങനെയാണ് ആഭരണങ്ങൾ കാണാതെ പോയത്? അയാൾ പറഞ്ഞു, ഞാനും ഭാര്യയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ വീട് പൂട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഞങ്ങളങ്ങനെ പൂട്ടാതാണ് പോകുന്നത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ആകെ കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. മാത്രമല്ല അലമാരയിലിരുന്ന ആഭരണങ്ങളൊട്ട് കാണുന്നതുമില്ല. അപ്പോൾ യമദണ്ഡൻ വിചാരിച്ചു, ഈ നാട്ടിലെ രീതിക്ക് അനുസരിച്ച് അങ്ങനെ മോഷണം പോകേണ്ടതല്ല, മറ്റെന്തെങ്കിലും സംഭവിച്ചതായിരിക്കും. എന്തായാലും 2 ഉദ്യോഗസ്ഥരെ ഇയാൾക്കൊപ്പം അങ്ങോട്ട് വിടാം എന്ന് യമദണ്ഡൻ ഈ മനുഷ്യന് വാക്ക് കൊടുത്തു. അങ്ങനെ ഈ 2 ഉദ്യോഗസ്ഥരെ ഈ മനുഷ്യനൊപ്പം വിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ മറ്റൊരാൾ ഓടി വന്നു. എൻ്റെ വീട്ടിൽ കള്ളം കയറി എന്ന് പറഞ്ഞിട്ട്. അയാളുടെ വീട്ടിലെ പശുവിനെയാണ് മോഷണം പോയിരിക്കുന്നത്. ഇത് ഈ യമദണ്ഡന് വലിയ അത്ഭുതമായിട്ട് തോന്നി. ഇന്നേ വരെ കള്ളന്മാരില്ലാത്ത സ്ഥലത്ത് പെട്ടെന്ന് കള്ളന്മാരുടെ ശല്യം. ഈ 2 മോഷണങ്ങൾ കൊണ്ട് കഥ തീർന്നില്ല. തൊട്ടടുത്ത ദിവസം മുതൽ ഒരുപാട് പേര് തങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യമദണ്ഡനെ കാണാനെത്തി തുടങ്ങി. യമദണ്ഡൻ ആകെ വിഷമത്തിലായി. ഇതിനു മുമ്പ് കള്ളന്മാരെ പിടിച്ച് ശീലമൊന്നുമില്ല ഇവിടുത്തെ സൈനികർക്ക്. അതുകൊണ്ട് എത്ര പേരെ വിട്ടിട്ടും കാര്യമൊന്നുമില്ല. ആൾക്കാർ അവരവരുടെ കടകളും വീടുകളും ഒക്കെ പൂട്ടിക്കെട്ടി തുടങ്ങി.
പക്ഷേ എന്നിട്ടും കാര്യമില്ല. ജനൽ കമ്പി വളച്ചോ ഓട് പൊളിച്ചോ ഒക്കെ കള്ളനകത്ത് കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ യമദണ്ഡൻ തന്നെ കള്ളനെ പിടിക്കാനിറങ്ങി. യമദണ്ഡൻ ഈ മോഷണം നടന്ന വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ ചെന്ന് നോക്കി. അപ്പോൾ വളരെ ചെറിയ കാലടികളാണ് ഈ മോഷണം നടന്ന സ്ഥലത്തൊക്കെ കിടക്കുന്നത്. വളരെ ചെറിയ ഒരു കുള്ളൻ്റേത് പോലുള്ള കാലടികൾ. ആരാണ് ഈ മോഷണം നടത്തിയെന്നൊട്ട് മനസ്സിലാകുന്നുമില്ല. മറ്റ് ലക്ഷണങ്ങളൊന്നുമില്ല. ഇക്കാര്യത്തെപ്പറ്റി രാജാവിനോട് സംസാരിക്കാം എന്ന് കരുതി യമദണ്ഡൻ രാജാവിനടുത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു പാടൻ ഓടിക്കതച്ച് വന്നു. എന്നിട്ട് പറഞ്ഞു, സേനാധിപ, ആകെ കുഴപ്പമായി, രാജകൊട്ടാരത്തിൽ മോഷണം നടന്നിരിക്കുന്നു. യമദണ്ഡൻ ഉടൻ തന്നെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. അപ്പം മിഥിലയിലെ രാജാവ് ആകെ വിഷമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ വിലപ്പെട്ട ഒരു മാലയുണ്ടായിരുന്നു. വളരെ തിളക്കമുള്ള ഒരു വജ്രമാല. അത് കൊട്ടാരത്തിൻ്റെ 7ാം നിലയിൽ ഒരു ഇരുമ്പ് പൊട്ടിക്കുള്ളിൽ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. അതിന് ഒരേ ഒരു താക്കോലേ ഉള്ളൂ. ആ താക്കോല് രാജാവിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ആരോ അതിനുള്ളിൽ കയറി പൂട്ട് പൊളിച്ച് ആ മാല എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. രാജാവ് പറഞ്ഞു, ഇതുവരെയൊക്കെ നമ്മൾ ക്ഷമിച്ചു, പക്ഷേ ഇനി നമുക്ക് പറ്റില്ല. ഈ കള്ളൻ കൊട്ടാരത്തിനകത്ത് വരെ കയറിയ സ്ഥിതിക്ക് എന്തും സംഭവിക്കാം. എത്രയും പെട്ടെന്ന് എനിക്ക് ഈ കള്ളനെ കിട്ടിയേ തീരൂ. അപ്പോൾ യമദണ്ഡൻ പറഞ്ഞു, അങ്ങ് എനിക്ക് ഒരാഴ്ച സമയം തരണം, 7 ദിവസം. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് 7 ദിവസം തരാം. 7 ദിവസത്തിനകം നീ കള്ളനെ പിടിച്ചില്ലെങ്കിൽ നിനക്ക് എന്ത് ശിക്ഷയാണ് വേണ്ടത്? യമദണ്ഡൻ പറഞ്ഞു, 7 ദിവസത്തിനകം ഞാൻ കള്ളനെ പിടിച്ചില്ലെങ്കിൽ അങ്ങ് എന്നെ തൂക്കിക്കൊന്നോളൂ. അങ്ങനെ രാജാവിനോട് 7 ദിവസത്തെ സമയം ചോദിച്ചിട്ട് യമദണ്ഡൻ ആ കൊട്ടാരത്തിൽ നിന്നിറങ്ങി നടന്നു. കാര്യങ്ങൾ മൊത്തം തന്നെ മനസ്സിലിട്ടൊന്ന് കണക്ക് കൂട്ടിയപ്പോൾ സാധാരണക്കാരനല്ല ഈ കള്ളനെന്ന് യമദണ്ഡന് മനസ്സിലായി. അയാളെ തെരുവുകളിലും വീതികളിലും ഒക്കെ ചെന്ന ആൾക്കാരോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ മോഷണം നടന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും പ്രത്യേകമായിട്ട് പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ആരും ഒന്നും കണ്ടതായിട്ട് പറഞ്ഞില്ല. പല സ്ഥലങ്ങളിലും മോഷ്ടിച്ചിരിക്കുന്നത് പല രീതികളിലാണ്. ചിലയിടത്ത് പൂട്ട് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ചിലയിടത്ത് ജനാലകൾ വളച്ചിട്ടാണ്. ചിലയിടത്ത് അലമാരകൾ ഉരുക്കി തുറന്നിരിക്കുകയാണെങ്കിൽ ചിലയിടത്ത് അലമാരകൾ കുത്തിപ്പൊളിച്ചിരിക്കുകയാണ്. ചിലയിടത്ത് ഓടിളക്കിയാണ് കയറിയിട്ടുണ്ടെങ്കിൽ ചിലയിടത്ത് ഭിത്തി തുറന്നാണ് കയറിയിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ആലോചിച്ച് നോക്കിയപ്പോൾ മോഷണത്തിൽ കർപ്പാത വിദ്യ എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട്. ഈ വിദ്യ അറിയാവുന്ന ആരോ ആയിരിക്കണം ഈ മോഷണം നടത്തിയത് എന്ന് ഇദ്ദേഹത്തിന് തോന്നി, യമദണ്ഡന് തോന്നി. യമദണ്ഡൻ്റെ അറിവിൽ കർപ്പാത വിദ്യ അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് വിദ്യുത് എന്ന രാജാവാണ്. തന്നോടുള്ള പഴയ വാശി തീർക്കാൻ വിദ്യുത് ഇവിടെ എത്തിയോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി. എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുമ്പോൾ ഒരു മദ്യശാല കണ്ടു. സാധാരണ ബാക്കി എല്ലാ കടകൾ അടച്ചാലും രാത്രിയിൽ മദ്യശാലകൾ കുറച്ചു നേരം കൂടി തുറന്നിരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല മദ്യശാലകളിലാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരും വരാറുണ്ടല്ലോ. എന്തായാലും യമദണ്ഡൻ ഈ മദ്യശാലയിൽ ചെന്ന് അവിടുത്തെ ഉടമസ്ഥനെ മുന്നോട്ട് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ നാട്ടിലല്ലാത്ത ആരെങ്കിലും ഇവിടെ വരാറുണ്ടായിരുന്നോ? അപ്പോൾ ഈ ഉടമ പറഞ്ഞു, ഈ നാട്ടുകാരാണ് എപ്പോഴും ഇവിടെ വരാറുള്ളത്. പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ചെറിയ കുള്ളൻ ഈ അടുത്തിടയ്ക്ക് വരാറുണ്ട്. ഈ സമയത്ത് യമദണ്ഡൻ താൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ട ചെറിയ കാൽപാദങ്ങളെ ഓർത്തു. അപ്പോൾ അയാൾ ഈ മദ്യശാലയുടെ ഉടമയോട് ചോദിച്ചു, അയാൾ ഇനി എപ്പോഴാണ് വരുന്നതിന് സമയം വല്ലതും ഉണ്ടോ? അപ്പോൾ ഈ ഉടമ പറഞ്ഞു, അയ്യോ, അയാൾ ഇപ്പോൾ ഇതാ അങ്ങോട്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പാണ് അയാൾ ഇറങ്ങിപ്പോയത്. ഇയാൾ ചോദിച്ചു, ഏത് വഴിക്കാണ് പോയത്? അപ്പോൾ ഈ മദ്യശാലയുടെ ഉടമ ഒരു വഴി കാണിച്ചു കൊടുത്തു. യമദണ്ഡൻ ഈ വഴി ഇറങ്ങി വേഗം നടന്നു. ഈ കുള്ളനെ പിടിക്കാൻ പറ്റുമോ നോക്കണമല്ലോ. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ തൊട്ട് മുന്നിലായിട്ട് ഈ കുള്ളൻ ഒരു ഭാണ്ഡമൊക്കെ തോളത്തിട്ട് നടന്നു പോകുന്നത് കണ്ടു. യമദണ്ഡൻ അയാളെ കൈകൊട്ടി വിളിച്ചു. ഇയാൾ തിരിഞ്ഞു നോക്കിയതും ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അപ്പോൾ ഇയാൾ കള്ളനാണ് എന്ന് യമദണ്ഡൻ ഉറപ്പായി. യമദണ്ഡൻ അയാളുടെ പിന്നാലെ ഓടി. അയാൾ തെരുവുകളിലൂടെ ഓടാൻ തുടങ്ങി. യമദണ്ഡൻ പിന്നാലെ ഓടി. ചന്തയിലെ സാധനങ്ങളൊക്കെ തട്ടിമറിച്ചിട്ടിട്ടായി ഈ കുള്ളൻ്റെ ഓട്ടം. യമദണ്ഡൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. തൊട്ട് പിന്നാലെ തന്നെ അയാൾ ഓടിച്ചെന്നു. അങ്ങനെ ഓടി ഈ കുള്ളൻ ഒരു ഗ്രാമത്തിൻ്റെ വീതിയിലേക്ക് പോയി. യമദണ്ഡനും പിന്നാലെ ഓടി. ഗ്രാമത്തിൻ്റെ പാതയിലൂടെ കുറേ ദൂരം ഓടിയപ്പോൾ ഇയാളെ കാണാതായി. അപ്പോൾ യമദണ്ഡൻ അതുവഴി വന്ന ഒരാളോട് ചോദിച്ചൊരു കുള്ളൻ ഓടി പോകുന്നത് കണ്ടോ? പറഞ്ഞ് കണ്ടു. അയാൾ ദാണ്ട് ആ കുശവന്മാർ താമസിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. അപ്പോൾ യമദണ്ഡൻ കുശവന്മാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓടി. അവിടെയൊക്കെ ചെളിമണ്ണുള്ളതുകൊണ്ട് ചെറിയ പാദങ്ങളെയൊക്കെ കാണാമായിരുന്നു. അങ്ങനെ ആ പാദങ്ങളൊക്കെ നോക്കി ഓടി കുറേ ദൂരം ചെന്നപ്പോൾ പിന്നെയും കണ്ടു കുള്ളൻ ഓടിപ്പോകുന്നത്. യമദണ്ഡൻ വീണ്ടും നല്ല വേഗതയിൽ ഓടി ചെന്നപ്പോൾ ഒരു നദി കടക്കാനുണ്ടായിരുന്നു. ആ നദിയുടെ കരയിലെത്തിയപ്പോൾ യമദണ്ഡൻ ഒന്ന് നിന്നു. പക്ഷേ ഈ മനുഷ്യൻ നദിയിലൂടെ ഇറങ്ങി വെള്ളത്തിന് മേലെ കൂടെ നടന്ന് അക്കരയ്ക്ക് പോയി. ഇത് കണ്ടുകൊണ്ടിരുന്ന യമദണ്ഡൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെള്ളത്തിന് മേലെ കൂടെ നടക്കുന്നത് മറ്റൊരു വിദ്യയാണ്. അതുപോലെ നടക്കാൻ യമദണ്ഡന് പറ്റില്ല. യമദണ്ഡൻ വെള്ളത്തിൽ ചാടി നീന്തിയാണ് അക്കരെ പറ്റിയത്. അപ്പോൾ അയാൾ കുറച്ച് പിന്നിലായിപ്പോയി. എന്നാലും അയാൾ വീണ്ടും വേഗത്തിലോടി അവസാനം ഒരു വിധത്തിൽ ഈ കുള്ളനെ പിടിച്ചു. കുള്ളനെ പിടിച്ച് അയാളെ പിടിച്ച് കെട്ടി. അയാളെ ഉടൻ തന്നെ കുറേ കാട്ടുവള്ളികളൊക്കെ പറിച്ച് യമദണ്ഡൻ വരിഞ്ഞ് കെട്ടി. എന്നിട്ട് വലിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് പറഞ്ഞു, ഇയാളാണ് കള്ളൻ.
രാജാവ് പറഞ്ഞു, ഇയാൾ എങ്ങനെ കള്ളനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സേനാനായകനായ ഇയാളുടെ കാൽപാദങ്ങൾ ഞാൻ ആ സ്ഥലത്ത് പലയിടത്തും കണ്ടായിരുന്നു. അപ്പോൾ ഈ കുള്ളൻ പറഞ്ഞു, എൻ്റെ കാൽപാദങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എത്രയോ ആൾക്കാർ അതുവഴി വരാറുണ്ട്, അവരുടെയൊക്കെ കാൽപാദങ്ങൾ ഉണ്ടായിരുന്നു കാണുമല്ലോ. എൻ്റെ കാൽപാദങ്ങൾ ചെറുതായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ യമധണ്ടൻ പറഞ്ഞു, മഹാരാജാവേ, ഇയാൾ ഒരു സാധാരണക്കാരനല്ല. ഇയാളുടെ മുഖത്ത് ഇയാൾ ഒരു ജാലവിദ്യ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാളിങ്ങനെ കുള്ളനായിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അയാളൊരു കുള്ളനല്ല. അപ്പോൾ ഈ കുള്ളൻ പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും പറയരുത്, ഞാനൊരു പാവം കുള്ളനാണ്, എനിക്ക് ആരോഗ്യമില്ല, ഞാൻ ഇത്രയധികം മോഷണം നടത്തിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല, എന്നെ നിങ്ങൾ വെറുതെ സംശയിക്കുകയാണ്. അപ്പോൾ തൻ്റെ കീശയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് അതിലുണ്ടായിരുന്ന ഒരു കുഴമ്പ് കയ്യിലെടുത്ത് ഈ കുള്ളൻ്റെ കണ്ണിലെഴുതി. കുള്ളൻ്റെ കണ്ണിൽ ഈ കുഴമ്പ് എഴുതിയതും പെട്ടെന്ന് അയാൾ മാറി, ഒരു സുന്ദരനായ യുവാവായിട്ട് മാറി. അത് മറ്റാരുമായിരുന്നില്ല, വിദ്യുത്തായിരുന്നു. ഇതൊരു രാജാവാണെന്നും തൻ്റെ സുഹൃത്താണെന്നും യമധണ്ടൻ ഈ രാജാവിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തിയില്ല. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, നോക്കൂ, ഇപ്പം അങ്ങേക്ക് മനസ്സിലായില്ലേ ഇയാൾ രൂപം മാറി ഈ നാട്ടിലൂടെ നടക്കുകയായിരുന്നു എന്ന്. രാജാവ് പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രൂപം മാറി യുവാവായി തീർന്ന വിദ്യുത്ത് പറഞ്ഞു, അയ്യോ എനിക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ ജനിച്ച കാലം മുതൽ ഒരു ചെറിയ കുള്ളനായിരുന്നു, ഇപ്പോൾ ഇദ്ദേഹം ഈ കണ്ണിൽ മരുന്ന് എഴുതിയതോടെ ഞാൻ പെട്ടെന്നൊരു യുവാവായിട്ട് മാറി, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു, ആ മരുന്ന് എനിക്കും കൂടെ കുറച്ച് തരണേ. യമധണ്ടൻ പറഞ്ഞു, ഇത് കള്ളമാണ് ഇദ്ദേഹം പറയുന്നത്, ഞാനത് അങ്ങയുടെ മുന്നിൽ തെളിയിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്ന യുവാവായ ഒരു സൈനികനെ വിളിച്ചിട്ട് തൻ്റെ കീശയിലുണ്ടായിരുന്ന മരുന്ന് അദ്ദേഹം ആ സൈനികൻ്റെ മുഖത്ത് പുരട്ടി. അതോടെ ആ സൈനികൻ പെട്ടെന്ന് ചുരുങ്ങി ഒരു കുള്ളനായിട്ട് മാറി. വീണ്ടും ആ മരുന്നെടുത്ത് സൈനികൻ്റെ കണ്ണിൽ എഴുതിയതോടെ അയാൾ വലുതായി പഴയ രൂപത്തിലേക്ക് വന്നു. യമധണ്ടൻ പറഞ്ഞു, ഇതിൻ്റെ പേര് കുടികാഞ്ചനം എന്നാണ് ഈ മരുന്നിൻ്റെ പേര്. ഇത് കള്ളന്മാർ ഉപയോഗിക്കുന്നൊരു പ്രത്യേക മരുന്നാണ്. ഈ മരുന്ന് മുഖത്ത് പുരട്ടിയാൽ കുള്ളനാകുകയും കണ്ണിലെഴുതിയാൽ പഴയ രൂപം കൈവരിക്കുകയും ചെയ്യും. ആ മാറ്റമാണ് അങ്ങിപ്പോൾ കണ്ടത്. ഇപ്പോൾ അങ്ങേക്ക് മനസ്സിലായല്ലോ ഇവൻ യഥാർത്ഥത്തിൽ ഒരു കുള്ളനല്ല എന്ന്. ഇത് പറയുന്നതിനോടൊപ്പം തന്നെ യമധണ്ടൻ വിദ്യുത്തിനടുത്ത് ചെന്ന് ചെവിയിൽ മതി കളിച്ചത്, അങ്ങ് എന്നെ പറ്റിക്കാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം, അങ്ങ് അതെല്ലാം സമ്മതിച്ചിട്ട് വേഗം നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും വിദ്യുത് ചോദിച്ചത്, നിങ്ങൾ എന്താണ് പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ കണ്ട രാജാവിന് ഇയാൾ തൻ്റെ വേഷം മാറി നടക്കുകയായിരുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. പക്ഷേ ഇയാളാണ് മോഷണം നടത്തിയത് എന്ന് തെളിയിക്കാൻ അപ്പോഴും യമധണ്ടന് കഴിഞ്ഞിരുന്നില്ല. കുള്ളൻ്റെ വേഷം ധരിച്ചെത്തിയ യുവാവാണെങ്കിൽ താനെല്ലാം മോഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അയാളെ പരിശോധിച്ചപ്പോൾ അയാൾ മോഷ്ടിച്ച ഒരു വസ്തു പോലും അയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കാനും പറ്റിയില്ല. യമധണ്ടൻ പലതവണ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇത് കളിയല്ല, എവിടെയാണ് മോഷണ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഇപ്പോൾ തന്നെ പരിഹരിക്കാം. പക്ഷെ തനിക്ക് ഇയാളെ അറിയാമെന്ന് പോലും ഈ വിദ്യുത്ത് ഭാവിച്ചില്ല. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേനാനായകനായ യമധണ്ടൻ രാജാവായ വിദ്യുത്തിനോട് പറഞ്ഞു, പണ്ടത്തെ വാക്കനുസരിച്ച് അങ്ങ് എപ്പോഴെങ്കിലും കുറ്റം ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഞാൻ അങ്ങ് ശിക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാനെൻ്റെ ഭടന്മാരോട് അങ്ങനെ നല്ല അടി തന്ന് ചോദ്യം ചെയ്യാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ വിദ്യുത്ത് പറഞ്ഞു, ശരി, നീ അങ്ങനെ തന്നെ ചെയ്തോളൂ. അങ്ങനെ തൻ്റെ ഭടന്മാരോട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് യമധണ്ടൻ തൻ്റെ വീട്ടിലേക്ക് പോയി. ഭടന്മാർ അവർക്കൊരു കാര്യവിചാരിപ്പശാലയുണ്ട്. മോഷണമൊന്നും നടക്കാത്തതുകൊണ്ട് അവിടെ ആകെപ്പാടെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അവിടേക്ക് ഈ വിദ്യുത്തിനെ കൊണ്ടുപോവുകയും കുറേ അടി കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എത്ര അടി കൊടുത്തിട്ടും വിദ്യുത്ത് താൻ മോഷണം നടത്തിയെന്ന് സമ്മതിച്ചില്ല. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും യമധണ്ടൻ വിദ്യുത്തിനെ കാണാനെത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്നെങ്കിലും നീ സമ്മതിക്കണം, നീ എവിടെയാണ് ആ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോഴും വിദ്യുത്ത് പറഞ്ഞു, ഞാൻ മോഷണം നടത്തിയിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും രാജാവിനോട് താൻ കുറ്റം തെളിയിക്കാം എന്ന് പറഞ്ഞ് യമധണ്ടൻ വാങ്ങിയിരുന്ന 7 ദിവസം കഴിഞ്ഞിരുന്നു. 7 ദിവസം കഴിഞ്ഞാൽ തൂക്കിലേറ്റിക്കൊള്ളാൻ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നതാണ്. ആ വാക്കിൽ നിന്ന് മാറുന്നത് ഉചിതമല്ല. എന്നാൽ വിദ്യുത്ത് കുറ്റമിട്ട് സമ്മതിക്കുന്നതുമില്ല. തന്നെ തൂക്കിലേറ്റുന്നു എന്ന് കേട്ടാൽ വിദ്യുത്ത് തൻ്റെ കുറ്റം സമ്മതിക്കും എന്ന് ഈ യമധണ്ടൻ വിചാരിച്ചെങ്കിലും അക്കാര്യം അറിഞ്ഞിട്ടും വിദ്യുത്ത് ഒന്നും മിണ്ടിയില്ല. അവസാനം അടുത്ത ദിവസം യമധണ്ടൻ രാജാവിൻ്റെ മുന്നിൽ ഹാജരാകുകയും തനിക്ക് ഈ കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല, തനിക്ക് കള്ളനെ പിടിക്കാൻ പറ്റിയില്ല, രാജാവിൻ്റെ വിലപ്പെട്ട മാല കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ കൊന്നുകൊള്ളാൻ പറഞ്ഞു. രാജാവ് ഉടൻ തന്നെ കള്ളൻ എന്ന് ആരോപിക്കപ്പെട്ട് തങ്ങളെ തടങ്കലിൽ വെച്ചിരിക്കുന്ന ആളെ പുറത്തേക്ക് വിടാനും കള്ളനെ പിടിക്കാൻ പറ്റാതായ സേനാധിപനെ തൂക്കിലേറ്റാനും തൻ്റെ ഭടന്മാരോട് നിർദ്ദേശിച്ചു. അങ്ങനെ ഭടന്മാർ ചെന്ന് വിദ്യുത്തിനെ പുറത്തേക്ക് വിടുകയും യമധണ്ടനെ പിടിച്ചു കെട്ടി തൂക്കിലേറ്റാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കയ്യും കാലും കൂട്ടിക്കെട്ടി തെരുവിലൂടെ ഒരു വണ്ടിയിൽ കയറ്റി തള്ളിക്കൊണ്ടാണ് യമധണ്ടനെ കൊണ്ടുപോയത്. പോകുന്ന വഴിക്ക് രാജാവിൻ്റെ മാല ഉൾപ്പെടെ രാജ്യത്ത് നടന്ന മോഷണങ്ങൾ തെളിയിക്കാൻ പറ്റാതിരുന്ന കുറ്റത്തിനാണ് ഇയാളെ തൂക്കിലേറ്റാൻ പോകുന്നതെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തൂക്കിലേറ്റാനുള്ള ഒരു തറയിലേക്ക് യമധണ്ടനെ ഈ ഭടന്മാർ കൊണ്ടുപോയി നിർത്തുകയും എന്നിട്ട് കുറ്റമൊക്കെ ഒരു തവണയും കൂടെ വിളിച്ച് പറഞ്ഞിട്ട് ഇയാളുടെ കഴുത്തിലൂടെ ഒരു കുടുക്കിടുകയും ചെയ്തു.
പെട്ടെന്ന് നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യുത് അങ്ങോട്ടേക്ക് ഓടി വന്നു. അയാൾ നിരപരാധിയാണ്, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനാണ് മോഷ്ടിച്ചത്, ഞാനത് സമ്മതിക്കുന്നു എന്ന് നാട്ടുകാരോട് വിളിച്ച് പറഞ്ഞിട്ട് അയാൾ ഈ തറയിലേക്ക് ചാടിക്കയറുകയും ആ കയറ് അറുത്ത് യമദണ്ഡനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് കണ്ട് ഒന്നും മനസ്സിലാകാതിരുന്ന ഭടന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഇവരെ രണ്ടുപേരെയും കൂടെ പിടിച്ച് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ ചെന്ന് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് രാജാവിനോട് പഴയ കഥകളെല്ലാം പറഞ്ഞു. പക്ഷേ രാജാവിന് ഇപ്പോഴും അത്ര വിശ്വാസം വന്നില്ല. കുറേ ദിവസങ്ങളായിട്ട് പല കഥകൾ കേൾക്കുന്നു. അപ്പോഴേക്കും വിദ്യുതിൻ്റെ രാജ്യത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രി ഈ രാജ്യത്തേക്ക് ഒരു സന്ദേശം കൊടുത്തു വിട്ടിരുന്നു. വിദ്യുത് നാട്ടിൽ നിന്ന് പോയിട്ട് ഒരുപാട് കാലമായെന്നും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. രാജമുദ്രയുള്ള ഈ കത്ത് കണ്ടതോടെ മിഥിലേയ രാജാവിന് ഇവർ പറയുന്നത് സത്യമാണെന്ന് ബോധ്യമായി. താൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും വിദ്യുത് തിരിച്ച് നാട്ടുകാർക്കും രാജാവിനും വിതരണം ചെയ്തു. അതിനുശേഷം തൻ്റെ സുഹൃത്തുമൊത്ത് അദ്ദേഹം തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. അദ്ദേഹം തൻ്റെ രാജ്യത്തെ പ്രധാന സൈന്യാധിപനായിട്ട് യമദണ്ഡനെ അപ്പോൾ തന്നെ നിയമിച്ചു. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ രാജ്യം വളരെ നന്നായിട്ട് ഭരിച്ചു. തൻ്റെ സുഹൃത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കള്ളൻ്റെ വേഷം കെട്ടി മിഥിലയിലേക്ക് പോയ തങ്ങളുടെ രാജാവിനെ ജനങ്ങൾ പിന്നീട് വിദ്യുത് ചോരൻ എന്ന് വിളിച്ചു തുടങ്ങി. ഇതാണ് വിദ്യുത് ചോരൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.